ഇത് ഒരു മഹാക്ഷേത്രമാണ്. മഹാക്ഷേത്രം എന്ന് പറയുമ്പോൾ കൊല്ലമ്പുഴ എന്ന് പറയും. ആറ്റിങ്ങലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലമ്പുഴ മൂർത്തി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പഴയ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം എത്രയാണെന്ന് വെച്ചാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയേറെ കാലപ്പഴക്കം ഉള്ള ഒരു ക്ഷേത്രമാണിത്. ഇവിടെ ഒരുപാട് ദൈവങ്ങളുണ്ട്, ഒരുപാട് ദൈവങ്ങളുണ്ട്. ഇവിടെ ചൊവ്വയും വെള്ളിയുമാണ് പ്രാധാന്യം. ശ്രീ ഭദ്രകാളിയമ്മയുടെ കോവിലാണിത്. പഴയ ഒരു ക്ഷേത്രമാണ്. ഒരുപാട് പിന്നെ ഈ ക്ഷേത്രത്തിന് പുതുക്കി പണിഞ്ഞിട്ട് എടുത്തിട്ട് ഒന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു ക്ഷേത്രത്തിലെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇവിടെയൊക്കെ ഒരുപാട് ദൈവങ്ങളുണ്ട്. ഭദ്രകാളിയമ്മ, രക്തചാമുണ്ടീശ്വരി, അതുപോലെ തന്നെ ഭദ്രകാളിയമ്മയ്ക്ക് 2 ക്ഷേത്രമുണ്ട്. പിന്നെ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടാണ് ഇവിടെ ഒട്ടും ആളില്ല വന്നിട്ട്. പിന്നെ വെള്ളിയും അതുപോലെ തന്നെ ചൊവ്വയുമാണ് പ്രാധാന്യം. ഭയങ്കര ഒരു നല്ലൊരു അടിപൊളി ഫീലാണ് ഈ ക്ഷേത്രത്തിൽ. പിന്നെ ഇന്ന് ആൾ വളരെ കുറവാണ്. കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ്. പിന്നെ മന്ത്രമൂർത്തി, രക്ഷസ്, യോഗീശ്വരൻ, രാജാവ്, നാഗയക്ഷിയമ്മ, പിന്നെ അതുപോലെ നാഗകൂടം എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ അപ്പൂപ്പൻ, പിന്നെയും ഒരുപാട് മൂർത്തികളുണ്ട്. പക്ഷേ എനിക്കതൊന്നും ശരിക്കും പറയാൻ പോലും അറിയില്ല, അത്രയേറെ ഉണ്ട് ഇവിടെ. അങ്ങനെ ശരിക്കും വേണ്ട ഇവിടെ ശരിക്കും അങ്ങനെ വീഡിയോ ഒന്നും പിടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോവാണ്ട് ഇവിടെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഈ ഒരു പ്രകൃതിയുടെ സൗന്ദര്യം മാത്രം ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ, ഞാൻ തിരുമേനിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു വീഡിയോ അങ്ങനെ എടുക്കണ്ട, പിന്നെ ഫോട്ടോസ് വേണമെങ്കിൽ എടുത്തോളൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നിട്ടും എനിക്ക് എൻ്റെ ദേവിയുടെ ഒരു ചാനലിൽ ഇടാനായതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചു എന്നാലും പോട്ടെ, അദ്ദേഹം പറഞ്ഞത് ഞാൻ കാര്യമാക്കിയില്ല. ഞാൻ ഇവിടെ വന്ന് ഇതുപോലെ വീഡിയോ എടുക്കാം എന്ന് കരുതിയത്. പിന്നെയെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തോ തൊട്ട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങളോ ഒന്നും അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്നില്ല. ഞാൻ ഇങ്ങോട്ട് മാറി നിന്നിട്ട് കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന ഈ ഒരു ഭാഗമുണ്ട്. ഈ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു സാധാരണ കാടല്ല ഇത് വള്ളികളാണ്. നിറയെ കാലങ്ങൾ പഴക്കമുള്ള വള്ളികളാണിതെല്ലാം. ഓരോ വള്ളിക്കും അത്രയേറെ ഘനമുണ്ട്. വള്ളികളാൽ ഇതേ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ഇവിടെ മൊത്തം അങ്ങനെ തന്നെയാണ്, വള്ളികൾ തന്നെയാണുള്ളത്. അപ്പോൾ അതാണ് കണ്ടില്ലേ, ഇതെൻ്റെ കുഞ്ഞാണ്, എൻ്റെ മോനാണ്, ഇളയ കുട്ടിയാണ്. പിന്നെ കണ്ടില്ലേ, 3 മരം ചേർന്ന് നിൽക്കുന്നത് പോലെ കാണപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കാണാനൊക്കെ ആണെങ്കിൽ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അതൊന്നും പോയി അങ്ങോട്ട് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പോയി എടുക്കുന്നില്ല. ഞാൻ മാറി നിന്ന് ഈ വള്ളികളും കാടുകളും ഒക്കെ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം അവർ നമ്മളോട് അങ്ങനെ എടുക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് അതിക്രമിച്ച് കയറി എടുക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങോട്ട് കയറി എടുക്കാതിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓടിച്ചിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ച് പോകുന്നത്. ഈ ഒരു ക്ഷേത്രമെന്ന് വെച്ചാൽ ഒരുപാട് പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. പക്ഷേ ഇവിടെ ഒരു പുരോഗതി എന്ന് പറഞ്ഞാൽ, ദേവി എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വിളിയേക്കുന്നൊരമ്മയാണ്. പക്ഷേ ഇവിടെ ക്ഷേത്രം പുനരുദ്ധാരണമൊന്നും നടന്നിട്ടൊന്നുമില്ല. പഴയ മോഡലിൽ തന്നെയാണ് ക്ഷേത്രം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇവിടുത്തെ ഈ
കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നമ്മൾ എങ്ങും പോയാൽ കിട്ടാത്ത അത്രയും നല്ലൊരു ഫീലുണ്ട്. പക്ഷേ അകത്തോട്ടൊക്കെ നല്ല കാഴ്ചകളുണ്ട്. അതായത് വള്ളികളിങ്ങനെ തൂങ്ങിക്കിടക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗമെന്ന് പറഞ്ഞാൽ ഒരു പതിഞ്ഞ ഭാഗം പോലെയാണ്. അപ്പോൾ അവിടെയാണ് ഈ പറയുന്നത് പോലെ നാഗകൂടമുള്ളത്. പക്ഷേ ആ നാഗകൂടത്തിൻ്റെ അവിടെയൊന്നും പോയി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പറ്റില്ല. പിന്നെ നാഗരാജാവും നാഗയക്ഷിയമ്മയും ഒക്കെ മാറിയിട്ട് വേറൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. നാഗകൂടം ഫ്രീ ആയിട്ട് കുറച്ച് സ്ഥലമാണ്. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഫോട്ടോയും എടുക്കുന്നത് ശരിയല്ല. പിന്നീടെന്ന് വെച്ചാൽ അല്ലാതെ തന്നെ ഒരുപാട് ദൈവങ്ങളുണ്ട് ഇവിടെ. ഭയങ്കര രസമാണ്. ഒരിക്കലെങ്കിലും ലൈഫിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. നമ്മൾ കാണുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് വലിയ സംഭവമൊന്നുമില്ല എന്ന് തോന്നും. പക്ഷേ അല്ല, ഇവിടെ ഇരിക്കുന്നത് ഉഗ്രമൂർത്തിയാണ്. വളരെയധികം ശക്തിയുള്ള ഒരു ക്ഷേത്രമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വരിക. ഈ ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ തന്നെ അറിയാം ഇവിടുത്തെ പോസിറ്റീവ് വൈബ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. പൊങ്കാല ഇടുകയാണ്, ഒരു ചേച്ചി നിന്ന് പൊങ്കാല ഇടുകയാണ്. ശ്രീകോവിലാണ്. ഇന്ന് ഞായറാഴ്ചയായിട്ട് ശ്രീകോവിലും കാര്യങ്ങളൊന്നും തുറന്നിട്ടില്ല. ഇതാണ് ക്ഷേത്രത്തിന് മുന്നിൽ വയലാണ്. നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയുള്ള വയലാണ്. പക്ഷേ ഇവിടെ സർക്കാരിൻ്റെ പാലങ്ങളൊക്കെ വരികയാണ്. ഇത് കൊള്ളാം. ഇവിടെ തേങ്ങ ചിരകാനൊക്കെയുള്ള സൗകര്യമുണ്ട് പൊങ്കാല ഇടാൻ വരുന്നവർക്ക്. ഇത് നല്ലൊരു കാര്യം തന്നെ. 3 പേർക്ക് ഒരേ സമയത്ത് നിന്ന് തേങ്ങ ചിരകാം. എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ വെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നല്ല രസമുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. വർഷങ്ങൾ. ഇതൊരു ഉത്തരവാണ് ക്ഷേത്രത്തിലെ അറിയിപ്പ്. കണ്ടില്ലേ, നല്ല അടിപൊളി ആലാണ്. നല്ല രസമുണ്ടല്ലേ. അമ്പോ, ഈ ആലിൻ്റെ ഒരു വലിപ്പം. കണ്ടില്ലേ, നല്ല ആല്. ഈ ആലിൻ്റെ മൂട്ടിൽ വളരെ എപ്പോഴും നല്ല പോസിറ്റീവ് വൈബായിരിക്കും. കാരണം ശുദ്ധമായ വായു മാത്രമേ ആലിൻ്റെ പരിസരത്ത് ഉണ്ടാവുള്ളൂ. കാരണം എപ്പോഴും ഇങ്ങനെ ഇളകിയിരിക്കുന്ന ഒന്നാണ് ആൽമരം എന്ന് പറയുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ കണ്ട പലർക്കും തോന്നും, ഓ ഇത്രയേ ഉള്ളൂ ഈ ക്ഷേത്രം എന്ന് തോന്നും. കാരണം നോക്കുമ്പോൾ പഴയ ഒരു ക്ഷേത്രമായിട്ട് പലർക്കും തോന്നുമായിരിക്കും, ഇതാണോ ക്ഷേത്രം എന്നൊക്കെയുള്ളത്. പക്ഷേ ഇതാണ് ക്ഷേത്രം. ഇങ്ങനെ ആവണം ക്ഷേത്രം. കാരണം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരമ്മയാണ് ഈ ക്ഷേത്രത്തിനുള്ളിലുള്ളത്. അത് പിന്നെ മൂർത്തിയാണ്. കൊല്ലമ്പുഴ മൂർത്തി എന്ന് പറയുമ്പോൾ ഭയങ്കര ഫേമസാണ്. ഹൈന്ദവർക്കൊക്കെ അറിയാൻ സാധിക്കുമായിരിക്കും. വളരെ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വരണം എന്നുള്ളത്. പണ്ടെപ്പോഴും ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ പക്ഷെ പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാനിവിടെ വരുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും എനിക്കൊരു ഭാഗ്യമുണ്ടായി. എനിക്ക് എൻ്റെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് ഇതൊരു ഭാഗ്യമാണ് എന്ന് വേണം കരുതാൻ. പിന്നെ ഇത് ദേവിയുടെ തന്നെ മറ്റൊരു ക്ഷേത്രമാണ്. ഇവിടെ അങ്ങനെ അങ്ങോട്ട് ദൂരോട്ട് കാണുന്നത്, അവിടെ എല്ലാ ദിവസവും തുറക്കില്ല, വെള്ളിയാഴ്ച ദിവസമാണ് തുറക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ, ഇതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല. ഇനിയൊരു വെള്ളിയാഴ്ച ദിവസം ഞാനിവിടെ വരുന്നതാണ്. അന്ന് ഇവിടുത്തെ തിരക്കുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം.
പട്ടും കോഴിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ച. ശത്രുസംഹാര പൂജകൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പൂജകളും നേർച്ചകളും ഒക്കെ ഉണ്ട്. അടിപൊളി ക്ഷേത്രമാണ്, എല്ലാവരും വരണം.